ഹലോ, അങ്ങനെ ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് തരാൻ പറ്റിയ കേട്ടോ. അങ്ങനെ ബോട്ടിൽ കയറി ഞങ്ങള് ട്രാവലിംഗ് തുടങ്ങി. പിന്നെ വാരണാസിയിൽ നല്ല ഡെവലപ്മെന്റ് ഉണ്ടെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. അതായത് യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം ഇവിടെയുള്ള ക്രൈം റേറ്റുകൾ ഭയങ്കരമായി കുറഞ്ഞിട്ടുണ്ട്, സ്കാം നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. വന്നിട്ട് ഒരു ദിവസമായിട്ട് എനിക്ക് വലിയ സ്കാം ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാനും അത് വിശ്വസിക്കുകയാണ്. കിട്ടുന്നവരെ നമുക്കത് വിശ്വസിക്കാമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാഴ്ചകൾ കാണിച്ചു തരണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഉണ്ടായിരുന്നത്. എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലേ ജാതി മതമില്ലാതെ എല്ലാ മതത്തിൽ പറഞ്ഞാലും ഒരിക്കലെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. വേറൊന്നും കൊണ്ടല്ല, ഒരു പ്രത്യേകതരം ഒരു സ്പിരിച്വൽ എൻവയോൺമെന്റ് ആണ്. അത് ഈ ഹിന്ദു മതം ആയതുകൊണ്ട് പറയല്ല, ഏത് മതമാണെങ്കിലും ശരി, അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഇവിടുത്തെ ഫേമസ് ആയ വേറൊരു ഘട്ടാണ്. ഘട്ടിന്റെ പേര് കാണുന്നില്ല, ഏതോ ഫേമസ് ആണ്. കാരണം ഇവിടെ മൊത്തം 84 ഘട്ടുണ്ട്. അതായത് പേര് കേട്ട 84 ഘാട്സ് ഉണ്ട്. അതില് 2-3 ഘാട്ട് നമുക്ക് അറിയേ പോലും ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഓരോന്നിനും പേര് കേട്ടതാണ്. ജെയിൻ ഘാട്ട് ഉണ്ട്, ജെയിൻ മതക്കാരുടെ വന്നിട്ട് അങ്ങനെ ഒരുപാട് ഘാട്ടുകളുണ്ട്. പിന്നെ ആവശ്യത്തിനധികമുള്ള പോലീസ് പ്രൊട്ടക്ഷൻ, അങ്ങനെ എല്ലാം ഉള്ളൊരു സ്ഥലം തന്നെയാണ്. നിങ്ങൾ സോളോ ട്രിപ്പ് വന്നാൽ ഒരിക്കലും എന്താ പറയാ, സോളോ ആയി പോച്ചൊരു സ്ഥലവും കൂടിയാണ്. എത്ര പഴയ പഴയ ബിൽഡിങ്ങുകളാണ് കണ്ടോ ഇവിടെ മൊത്തം. അതായത് ഡെവലപ്മെന്റ് ഉണ്ട് വെച്ചാൽ ഡെവലപ്മെന്റ് ഉണ്ട്, പക്ഷെ ഈ പഴമയെ അവര് വിടാതെ, അതായത് ഒരു യുനെസ്കോ അല്ലെ നമ്മൾ കീപ്പ് ചെയ്യുന്ന പോലെ പഴമയെ വിടാതെയാണ് അവരെ ഡെവലപ്മെന്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ കളർഫുൾ പെയിന്റിങ്സ് എല്ലാം, അതിൽ ഓരോ കളർ. നമ്മൾ ഈ ബ്രസീലിയൻ ഇതിലൊക്കെ നമ്മൾ കാണുന്ന പോലെ, വാലികളിലൊക്കെ കാണുന്ന പോലെ ഓരോ മതിലും ഓരോ കളർ. അതൊരു രസം തന്നെയാണ് കേട്ടോ. പിന്നെ അടിപൊളി അടിപൊളി ചിത്രങ്ങളാണ് മതിലുകളിൽ വരച്ച് വെച്ചിരിക്കുന്നത്. ഓരോ കലാകാരന്മാരും വാരണാസിക്ക് വേണ്ടി അവരുടെ സ്പോൺസർ പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറെയൊക്കെ ഗവൺമെന്റ് ചെയ്തതുണ്ട് കേട്ടോ. അതിനൊക്കെയുള്ള ഫുൾ ഫ്രീഡം ഇവിടെ ഉണ്ട്. നമുക്കൊരു ചുമരിലൊരു ദൈവത്തിന്റെ ചിത്രം വരയ്ക്കാനൊക്കെ ആണെങ്കിൽ ആരും അപ്രൂവൽ ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. അതിനെല്ലാരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത്. പിള്ളേർ കണ്ട ബോട്ടിന്റെ ഇടയിൽ കൂടി ചാടുന്നത് ഇവിടുത്തെ ലോക്കൽസ് ആണ് കേട്ടോ. ലോക്കൽ പിള്ളേർ വെള്ളമൊക്കെ തെറിപ്പിക്കാൻ തോന്നുന്നു. ആ ബോട്ടിൽ അവർ ഫീഡ് കൊടുക്കുമ്പോൾ കിളികൾ വരുന്ന കേട്ടോ. സീഗൾ, സൈബീരിയൻ സീഗൾസ് വരുന്ന കേട്ടോ. ഫീഡ് എടുക്കാൻ വരിക. അവർ മറ്റേ പൊരി ഇട്ട് കൊടുത്തിട്ട് വെള്ളത്തിൽ അത് കഴിക്കാൻ വരികയാണ്. പ്രത്യേകിച്ച് ഇതുകളുടെ ഭക്ഷണം മീനാണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് വിശാലമാണ് കേട്ടോ, ഇങ്ങനെ ഫീഡ് കിട്ടുന്നതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ മീർഘാട്ടിലെത്തി. മീർഘാട്ടിലാണ് ഇവർ സ്റ്റോപ്പ് ചെയ്യുന്നത്. മീർഘാട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് അമ്പലത്തിൽ പോയി ദർശനം കഴിഞ്ഞിട്ട് മണികർണികാട്ട് കാണാം. നമ്മളവിടെ പോലെ തന്നെ, അതായത് മരിച്ചവിടെ പോയിട്ട് നമ്മൾ പോയില്ലല്ലോ, അതുപോലെ തന്നെയാണിത്. ബനാറസിൻ്റെ ഗലികളെന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇതാണ് ബനാറസിൻ്റെ ഗലി. ഇങ്ങനെയാണ് ബനാറസിൻ്റെ ഗലികളുള്ളത് കേട്ടോ. വാരണാസിയുടെ ഗലിയിലൂടെ നടക്കുകയാണ്. കുറേ നേരം നടക്കണം. ഇതിലൊരു വലിയൊരു ഹിന്ദി പഴഞ്ചൊല്ലുണ്ട്, വാരണാസിക്ക് ഗലിയുമേ കോജാണ്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ആക്ച്വലി അതാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഗലിയിൽ ഞാൻ മിസ്സായി പറയില്ലേ. Slight right at Brahmanal Chowk toward Kunj Gali. നല്ല ടയർഡൊക്കെ ആകുമ്പോൾ ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ എല്ലാം പറക്കുണ്ടാവും. നല്ല റിഫ്രഷ്മെൻ്റാണ്. ഇതാണ് പാത്രം. മണികർണിക ഘട്ടിലേക്കുള്ള വഴി കേട്ടോ. ഈ സൈഡിലേക്കാണ് വിറകൊക്കെ പറഞ്ഞ പോലെ ശരീരം കത്തിക്കാനുള്ളതാണ്. ഇതുണ്ടോ തൂക്കം എടുക്കുന്ന, ഓരോ ബോഡിക്ക് ഇത്ര തൂക്കം വന്ന് അവർ വിലയിരുത്തിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് തൂക്കം എടുക്കുക. തൂക്കം എടുത്ത് നമ്മൾ വില പറഞ്ഞിട്ട് വേണം നമ്മൾ ഓരോ തവണയും വിറക് വാങ്ങാൻ. വിറക് വാങ്ങി ഒരു ബോഡിയുടെ മേലെ ഇത്രയും വിറകൊന്നും അവരിടില്ല കേട്ടോ. അതിലും കുറേ സ്കാം ഉണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ മുടി വെട്ടുന്നവരുണ്ട്. നമ്മളവിടെ പോലെ തന്നെയാണ്, മരിച്ചവർക്ക് മുടി വെട്ടില്ലേ, അങ്ങനെയുള്ളവർ ഒരുപാടുണ്ട്.
ഇവിടെ കുറെ ആൾക്കാർ ഈ ഡെഡ് ബോഡി കത്തിക്കാനും അതിനും ലേലമുണ്ട്. ആരാണ് കുറഞ്ഞ പൈസക്ക് ചെയ്യുക, ആരെ കൂടുതൽ പൈസ, നമുക്ക് അവിടെയും വില പേശണം. എന്തൊരു അവസ്ഥയാണ് ആലോചിച്ച് നോക്കി. കത്തിക്കുന്ന ഡെഡ് ബോഡിക്ക് വരെ വില പേശണം. എന്നാൽ അതിനനുസരിച്ചാണെങ്കിൽ നമുക്ക് എമൗണ്ട് കമ്മിയാക്കുള്ളൂ. 20,000 രൂപ വരെ നമുക്ക് വില പേശാനുള്ള കഴിവുണ്ടെങ്കിൽ അത് 10,000 റുപ്യക്ക് ചെയ്യും, 5,000 റുപ്യക്ക് ചെയ്യും, ചിലപ്പോൾ 1,000 റുപ്യക്ക് അവർ കത്തിച്ച് തരും. അങ്ങനെയാണ്. അതായത് പിന്നെ നമ്മളിവിടെ കൊള്ളി വെക്കാനും പറ്റില്ല. ഇവിടെ കൊള്ളി വെക്കാൻ ഡോം പറഞ്ഞൊരു പ്രത്യേകം ജാതിയിൽപ്പെട്ട ആൾക്കാരുണ്ട്, അവർ മാത്രമേ കൊള്ളി വെക്കാനും പറ്റുന്നുണ്ട്. ഈ ചാരം കണ്ടോ, ഇത് ഇവരിവിടെ ഇങ്ങനെ കലക്കിയിട്ട് ഈ മരിച്ചവരുടെ ഇതിൽ സ്വർണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സ്വർണങ്ങളൊക്കെ അവരിങ്ങനെ ഈ ചളി കലക്കിയിട്ടാണ് എടുക്കുക. ഒക്കെ യൂട്യൂബ് എന്നെ ബാൻ ചെയ്യുമെന്ന് പോലും എനിക്കറിയില്ല. എന്നാലും ഇത് കാണിക്കേണ്ട കാര്യങ്ങളുണ്ടോ കാണിക്കുന്നത്. പുതിയ ചിത ഒതുക്കുന്നുണ്ടോ, ഇവിടെ പുതിയ ചിത ഒരുക്കുകയാണ്. അതേപോലെ അവിടെ ഡെഡ് ബോഡി ഇനി കത്തിക്കാൻ ബാക്കിയുണ്ട്. മുഖം തുറന്ന് വെച്ച് കുറച്ച് നേരം അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കുറേ പേരെ അതിന് വീഡിയോ എടുക്കുന്നുണ്ട് എന്നെ പോലെ. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താ പറയുക വെച്ചാൽ കൊണ്ടുവന്നവർക്ക് വലിയ വാല്യൂ ഇല്ല. കൊണ്ടുവന്നൊരു ബോഡി വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, പിന്നെ അവരുടെ വാല്യൂ കഴിഞ്ഞു. ഓരോ വണ്ടിയിലും 40-50 പേരെ കൊണ്ടുപോകുന്ന വണ്ടികളുണ്ട് കേട്ടോ. ബോട്ട് നമ്മുടെയൊക്കെ ബോട്ട് റേസിന് പോകുന്നവരെ ഓരോ ബോട്ട് കൊണ്ടുപോകണം. 200 രൂപ വെച്ചൊക്കെ ചിലത് വാങ്ങുന്നുണ്ട്. അത് ഏകദേശം എത്ര രൂപയാവുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ഇവിടെ കണ്ടോ, അതായത് നമ്മുടെ ഈ സംസ്കാരത്തിന് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് മുമ്പായിട്ടുള്ള കർമ്മമാണ് നടക്കുന്നത്. ഇദ്ദേഹമാണ് ആ മന്ത്രം ജപിച്ചു കൊടുക്കുന്ന ആൾക്കാർ. അവരുടെ ഫാമിലിയുള്ള എല്ലാവരും മന്ത്രം ഏറ്റ് ചൊല്ലുക, ഗംഗയിൽ ഒരുപടി വെള്ളം കയ്യിലേക്ക്. നമ്മളവിടെ നടക്കുന്ന കർമ്മവും ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. സെയിമാണെന്ന് കരുതി ആരും വരരുത്. ഓരോ സംസ്ഥാനങ്ങളിലും അത് മാറും. അപ്പോൾ ഇത് ഒരു ഇത്രയും ദൂരമല്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ട്. ഇനിയും ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനുണ്ട്. വാരണാസിത്തെ ആണെങ്കിലും മറ്റ് ഞാൻ പോയ സ്ഥലങ്ങളാണെങ്കിലും സ്ഥലങ്ങളെല്ലാം സർപ്രൈസാണ്. വരുന്ന വീഡിയോകളിൽ അതെല്ലാം ഞാൻ കവർ ചെയ്തിടാൻ ശ്രമിക്കാം കേട്ടോ. കുറച്ച് വൈകി പോകുന്നുണ്ട്, വർക്കിൻ്റെ തിരക്കുകാരനാണ്, ക്ഷമിക്കണേ. അപ്പം ശരി എന്നാൽ.